بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അർഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹളായ ഫദ്ൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആൽ ഇംറാൻ, അതിലെ 86, 87, 88, 89 4 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ 4 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ആരും ഉറങ്ങാതെ ഉണർന്നിരുന്ന് കേൾക്കും. ഇതൊരു ചടങ്ങായിട്ട് കാണരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാം ആഗ്രഹത്തോടെ കേൾക്കും, മനസ്സിലാക്കണമെന്ന നിയ്യത്തിലിരിക്കും. അള്ളാഹു മനസ്സിലാകാത്തതും നമുക്ക് മനസ്സിലാക്കി തരും. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ പേര് നമ്മൾ ഒരുപാട് നമ്മുടെ ഖുർആന്റെ ക്ലാസ്സിൽ കേൾക്കുന്നതാണ്. 2 പ്രമുഖരായ സഹാബാക്കളാണ്. 2 പേരും ഖുർആൻ വ്യാഖ്യാതാക്കളാണ്, മുഫസ്സിരീങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് മുഴുവൻ മുഫസ്സിരീങ്ങളുടെയും ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും നേതാവ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവർ 2 പേരും കൂടെ പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം ഒരു സഹാബിയുടെ വിഷയത്തിലാണ്. ഒരു സഹാബി കാരണത്താലാണ് ഈ ആയത്തുകൾ, ഈ 4 ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം. എന്താണ് സംഭവം? അൻസാരികളിൽപ്പെട്ട, അപ്പം മക്കക്കാരനല്ല എന്ന് മനസ്സിലായി, മദീനക്കാരനായ ഒരു സഹാബിയാണ്. മദീനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുർദ്ദായി. മാത്രമല്ല, അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുകയും ചെയ്തു. ആദ്യം ഇസ്ലാമിലേക്ക് വന്നയാളാണ്, പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ, ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചെന്ന് ചേർന്നു. കാലം കുറെ കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വേദനയുണ്ടായി, മനോവേദനയുണ്ടായി. നദിമ, ഖേദമുണ്ടായി. അദ്ദേഹം, ഞാൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകനിലും വിശുദ്ധമായ ഖുർആനിലും ഒക്കെ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത്
മുസ്ലിമായി കഴിഞ്ഞിരുന്ന ആളാണല്ലോ, നിസ്കരിച്ച ആളാണല്ലോ, നോമ്പ് പിടിച്ച ആളാണല്ലോ, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ശുർക്കിന്റെ കൂട്ടത്തിൽ ഞാൻ വന്നു പെട്ടല്ലോ എന്ന ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് തോന്നലുണ്ടായി, ഒരു ഖേദമുണ്ടായി, അല്ലാത്തൊരു വിഷമമുണ്ടായി. അങ്ങനെ വിഷമമുണ്ടായപ്പോൾ ആ സഹാബി എന്ത് ചെയ്തു? ഫഅർസല ഇലാ ഖൗമിഹി, തൻ്റെ കൂടെയുള്ള ആളുകളുടെ അടുക്കലേക്ക്, തൻ്റെ കൂടെയുള്ള തൻ്റെ ഗ്രാമവാസികളായ ആളുകളുടെ അടുക്കൽ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പറഞ്ഞിട്ട് അൻസലൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലി മിൻ തൗബ, നിങ്ങൾ ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ മുഴുവനും ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ചോദിക്കണം, എൻ്റെ ഈ വിഷയത്തിൽ ചോദിക്കണം, എനിക്ക് ഖേദമുണ്ടായിരിക്കുന്നു, എനിക്കിനി ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ, എനിക്ക് തൗബയുണ്ടാവുമോ, എൻ്റെ തൗബ സ്വീകരിക്കപ്പെടുമോ, ഞാൻ ഈ സമയത്തിൽ ഖേദിക്കുകയാണ്, ഇത് എന്നിൽ നിന്നും സ്വീകരിക്കപ്പെടുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ചോദിക്കണേ എന്ന് പറയും. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കും, തങ്ങളെ ഇന്നതുപോലെ ഇന്ന ഒരാള് മുസ്ലിമായിരുന്ന ആളാണ്, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്, പക്ഷേ കുറെ കാലം അദ്ദേഹം അത് ഉപേക്ഷിച്ച് ഷിർക്കിലേക്ക് പോയി, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു, ഇപ്പം മടങ്ങി വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, എന്താണ്, എന്ത് ചെയ്യണം, തങ്ങൾ എന്തു പറയുന്നു? നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വേച്ഛ പ്രകാരം ഒന്നും പറയാറില്ല, അവിടുന്ന് വഹി കിട്ടണം, ഈ ചോദ്യത്തിന് മറുപടി വഹിയായി വരണം, ഇതിന് മറുപടി കൊടുക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടണം, വഹി കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന് മറുപടി കൊടുക്കാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരല്പം മൗനമായിരുന്നു. ആ മൗനത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോ ഇതൊരു സഹാബിയുടെ വിഷയമാണ് എങ്കിൽ പിൽക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങൾ, അനേകം മനുഷ്യരുടെ വിഷയത്തിൽ നിയമമുണ്ടാകണം, തീരുമാനമുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് കൊതിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ നസലുൽ അമീൻ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ വഹിയുമായി വരികയാണ്, ഈ ചോദ്യത്തിന് മറുപടിയുമായിട്ട് വരികയാണ്. അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. എന്താണ് പറഞ്ഞത്? കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം. അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം വീണ്ടും സത്യനിഷേധികളായ ഒരു ജനതയെ അല്ലാഹു എങ്ങനെയാണ് നേർവഴിയിലാക്കുക? ഹിദായത്ത് കിട്ടിയ ഒരു മനുഷ്യൻ ആ ഹിദായത്ത് കൈയൊഴിഞ്ഞിട്ട് സത്യനിഷേധത്തിലേക്ക്, വലാലിയത്തിലേക്ക് അതിനെ തെരഞ്ഞെടുത്ത ഒരു ജനതയെ അള്ളാഹു എങ്ങനെയാണ് നേർവഴിയിലാക്കുക? അവ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹ് നേർവഴിയിലാക്കുക? സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം വീണ്ടും സത്യനിഷേധികളായ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നേർവഴിയിലാക്കുക? വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ, അവര് സാക്ഷ്യം വഹിച്ചവരാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്, റസൂലാണ് എന്നവർ സാക്ഷ്യം വഹിച്ചവരാണ്. വജാഅഹുൽ ബയ്യിനാത്ത്, റസൂലാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ, അല്ലാഹു ഏകനാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് തെളിവുകൾ അവരുടെ മുന്നിൽ വരികയും അവർ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അവരതിനെ കൈയൊഴിയുന്നത്? അല്ലാഹു പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അത്തരം ജനതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലാക്കുകയില്ല. അവരക്രമികളായ ജനങ്ങളാണ്. അത്തരം ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഉലൈക ജസാഉഹും, തീർച്ചയായും അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്. ഒന്നാമത്തെ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ?
ഇസ്ലാമിനെ കൈയൊഴിഞ്ഞ് യുദ്ധത്തിന് തിരഞ്ഞെടുത്തവർ, മുർദ്ദത്തായി പോയവർ, ശിർക്കിനെ തിരഞ്ഞെടുത്തവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ അള്ളാഹുവിന്റെ സമ്മാനം അള്ളാഹുവിന്റെ ശാപമാണ്. അള്ളാഹുവിന്റെ ശാപമാണ്. അലൈഹിം ലഅനത്തുല്ലാഹ്. തീരുന്നോ? രണ്ടാമത്തത് വൽ മലായിക, ലോകത്തിലുള്ള സർവ്വ മലക്കുകളുടെയും ശാപമാണ്. വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ വിശ്വാസികളുടെയും ശാപം തലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് ആലോചിച്ചോ? അള്ളാഹുവിന്റെ ശാപം, സർവ മലക്കുകളുടെയും ശാപം, ഭൂമി ലോകത്ത് ജീവിക്കുന്ന സർവ സത്യവിശ്വാസികളുടെയും ശാപം അവരുടെ തലയിലേക്ക് എല്ലാ നേരത്തും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, എപ്പോഴെങ്കിലും ഇളവുണ്ടോ? എപ്പോഴെങ്കിലും അത് മാറ്റപ്പെടുന്നുണ്ടോ? എപ്പോഴെങ്കിലും ലഘൂകരിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാഹു പറയുകയാണ് ഖാലിദീന ഫീഹാ, നിത്യമായി അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, ഒരൽപ്പം ശിക്ഷ അവർക്ക് ഇളവ് ചെയ്യപ്പെടുകയേ ഇല്ല. വലാഹും യുൻദറൂൻ, അവരിലേക്ക് നോക്കപ്പെടുകയുമില്ല. കരുണയുടെ നോട്ടം അവരിലേക്ക് നോട്ടവും ഇല്ല. ഒരു വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും നമ്മൾ പാരായണം ചെയ്ത് നോക്കിയാൽ ഒരു വിഷയത്തിൽ ഇത്ര കടുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞ വേറെ ഒരു കാര്യമേ ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇത്രയും ഗൗരവമായിട്ട് പറഞ്ഞ വേറൊരു പാപം, വേറൊരു വിഷയമില്ല. കാരണം അള്ളാഹുവിന് അത്രത്തോളം കോപമുള്ള കാര്യമാണ്. തൊട്ടടുത്തായി നോക്കിക്കോളി. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹ് പറയുകയാണ്, ഈ സഹാബിയുടെ വിഷയത്തിൽ പറയുകയാണ്, ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക, ഇങ്ങനെ യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ മനസ്സിനകത്ത് തോന്നി, എന്റെ പോക്ക്, എന്റെ ഇവിടേക്കുള്ള വരവ് അത് തീർച്ചും നഷ്ടം തന്നെയാണ്, അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും കാരണമായി തീരുന്നതാണെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വബോധമുണ്ടാവുകയും ബോധോദയമുണ്ടാവുകയും അതിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി തീരുമാനിക്കുകയും അള്ളാഹുവിനോട് കരഞ്ഞ് കണ്ണീരോടെ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നീട് തന്റെ സ്വഭാവത്തെയും തന്റെ രീതികളെയും നന്നാക്കി തീർക്കുകയും ചെയ്ത ആളുകൾ, അക്കൂട്ടർക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കടക്കുകയും കരുണ ചെയ്യുന്നവരുമാണ്. തങ്ങളുടെ സഹാബിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വിഷയത്തിൽ ഇത് ആയത്ത് അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഓതി കേൾപ്പിക്കുക. ആരംഭ ഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ ചങ്കു പൊടിഞ്ഞു. ആ സഹാബിയുടെ ചങ്കു പൊടിയൽ. എന്റെ പ്രതീക്ഷ അസ്തമിക്കുകയാണോ എന്നൊരു തോന്നൽ ഈ ആയത്തിന്റെ ആരംഭങ്ങൾ 2ഉം 3ഉം ആയത്ത് കേട്ടപ്പോ അദ്ദേഹം വല്ലാതെ കരയാൻ തുടങ്ങി, മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടാൻ തുടങ്ങി. അവസാനത്തെ 4ാമത്തെ ആയത്ത് വചനങ്ങൾ കേട്ടപ്പോ മനസ്സിന്റെ ഉള്ളിൽ തീ ആളി പടർന്ന് കത്തിപ്പിടിച്ചിരുന്ന മനസ്സിന്റെ ഉള്ളിൽ തെളിനീർ വീണ് അത് അണഞ്ഞു പോകുന്നത് പോലുള്ളൊരു തോന്നൽ ആ സഹാബിക്കുണ്ടായിരുന്നു. ആ സന്തോഷത്തോടെയാണ് അയാൾ മടങ്ങിപ്പോയത്. ആരാണ് ആ സഹാബി? പേര് പഠിച്ചു വെച്ചോളെ, ഹാരിസ് റളിയല്ലാഹു അൻഹു. ഹാരിസ് ഒരുപാട് ഹാരിസുണ്ട്. ബദറിൽ പങ്കെടുത്ത ഹാരിസ്യങ്ങൾ തന്നെ 7-8ഓളം ഹാരിസ്യങ്ങളുണ്ട് ബദറിൽ പങ്കെടുത്ത. അപ്പോൾ സഹാബാക്കൾ, ഒരുപാട് സഹാബാക്കളുടെ പേര് ഹാരിസ് ഉണ്ട്. അതിലൊരു സഹാബി ഹാരിസ് എന്നാണ് ഈ സഹാബിയുടെ പേര്. ആ സഹാബിയുടെ വിഷയത്തിലാണ് ഈ ആയത്ത്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മടങ്ങി വന്നില്ല എങ്കിൽ, ആ കുഫ്രിയത്തിൽ തന്നെയാണ് കഴിയുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളി. നഊദുബില്ല, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലഅനത്ത്, അല്ലാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, സർവവിശ്വാസികളുടെ ശാപം.
അണമുറിയാതെ അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഖിയാമത്ത് നാളിലോ ഒരല്പം പോലും ശിക്ഷിക്കിളവില്ല. അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം അവരിലേക്ക് നോക്കുക പോലുമില്ല, ഒരു പരിഗണന പോലുമില്ല. കല്ലി വല്ലി വെട്ടേക്ക് എന്ന് പറഞ്ഞ് അള്ളാഹ് മുഖം തിരിച്ചു കളയുന്ന ആ വ്യക്തിത്വങ്ങൾ ആരാണ്? മുഅ്മിനായതിനു ശേഷം യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നയാൾ. ഇത് അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ് കേട്ടോ, അറിയാതെ പോകുന്നൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ അറിയാതെ യുദ്ധത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. തമാശയ്ക്ക് പോലും ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഖബറിൽ ശിക്ഷയുണ്ടെന്ന് കേൾക്കുമ്പോൾ തമാശയ്ക്ക് നീ പോയി കണ്ടിട്ട് വന്നിരിക്കുക. തമാശയ്ക്ക് ചില ആളുകൾ വിടും, നീ പോയി കണ്ടിട്ട് പാത്തിട്ട് വന്നിരിക്കുക, അക്ക ശിക്ഷ കൊണ്ടുപോകും. നീ മുങ്കറനക്കരെ കണ്ടിട്ട് വന്നിരിക്കുക, അവളുടെ കയ്യിലെ ദണ്ടുകൊണ്ട് മരക്കളെ നീ കണ്ടിട്ട് വന്നിരിക്കുക. തീർന്നു. അപ്പോൾ തന്നെ അയാൾ പുറത്തായിപ്പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പിന്നീട് അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും കലിമ ചൊല്ലുകയും ചെയ്യണം. കാരണം എന്താണ്? ഖബറിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ നിർബന്ധമായ വിശ്വാസ പ്രമാണത്തിൽപ്പെട്ടതാണ്, ബാധ്യതയാണ് ഖബറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിനെ കളിയാക്കി പരിഹസിച്ചിട്ടാണ് ചോദ്യരൂപേണ അതിനെ നിഷേധിച്ചത്. എവിടെ പോയി? വൃദ്ധത്തായി. ചില്ലറ കാര്യമൊന്നുമല്ല. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ബോധം നൽകുമാറാകട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വേറൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ പറ്റി അടുത്ത ആയത്തിൽ പറയുന്നത്. 3 ആയത്താണ് ആ വിഷയത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്തൊരു വിഭാഗം